മറ്റൊരു കേസിലേക്ക്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് കോടതി ഉത്തരവിന് സ്റ്റേ. വിജിലൻസ് കോടതിയുടെ തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞു. നടപടിക്രമങ്ങളിൽ പ്രഥമ ദൃഷ്ട്യാ വീഴ്ചയുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അഹമ്മദ് മുസ്തഫ തുടരുന്നു. മുസ്തഫ, ഈ നടപടിക്രമങ്ങളിലെ വീഴ്ചയാണോ കോടതിയുടെ പ്രശ്നം? നിലവിൽ അങ്ങനെയാണ്. അതായത് ഈ മജിസ്ട്രേറ്റ് കോടതി, വിജിലൻസിന്റെ പ്രത്യേക കോടതി തിരുവനന്തപുരത്ത്, ആ കോടതി അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് മുൻകൂർ അനുമതി, സാങ്ഷൻ ഉൾപ്പെടെ നേടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് ഇന്നലെ ഹൈക്കോടതി വാദത്തിനിടെ ഉടനീളം ചൂണ്ടിക്കാണിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഒരു പബ്ലിക് സർവൻസിനെ ആ രൂപത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും സ്വീകരിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. താൽക്കാലികമായി ഒരു 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 ആശ്വാസമാണ് അജിത് കുമാറിനെ സംബന്ധിച്ച്. കാര്യം ഈ കേസിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട്, അതിന്റെ നിയമപ്രശ്നങ്ങൾ ഉൾപ്പെടെ വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ഇന്നലെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഒരു ഇടക്കാല ആശ്വാസം എന്നുള്ള നിലയ്ക്ക് MR അജിത് കുമാറിനെ സംബന്ധിച്ച് ആശ്വാസമാണ്. വിജിലൻസ് കോടതി ഉത്തരവിന് സ്റ്റേ നൽകിയിരിക്കുന്നു. തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. നടപടിക്രമങ്ങളിലെ പ്രഥമ ദൃഷ്ട്യാ വീഴ്ചയുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രണ്ട് ആരോപണങ്ങൾ, ഒന്ന് PV അൻവർ MLA മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ, അത് മാത്രമാണ് പരാതിക്കാരൻ ഈ ആരോപണങ്ങളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള തെളിവുകളായി അന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ഒപ്പം തന്നെ രണ്ടാമതൊരു കാര്യം അജിത് കുമാർ ഉന്നയിച്ചത്, ഏതെങ്കിലും തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിന്റെ തെളിവുകൾ, സാക്ഷികൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ അത് ഇഴകീറി പരിശോധിക്കുന്നതിൽ കോടതി ഏതെങ്കിലും തരത്തിൽ ഒരു വസ്തുതാപരമായ സമീപനം ഉണ്ടായി, കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പറയാൻ കഴിയില്ല. കാര്യം അത് അപ്പാടെ ആ റിപ്പോർട്ട് തള്ളുകയായിരുന്നു ചെയ്തത്. സ്വാഭാവികമായും അതിനകത്തൊരു അനീതിയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് അജിത് കുമാർ ഏറ്റവും പ്രധാനമായി കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം തന്നെ വളരെ വിശദമായി തന്നെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച DGPയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇത് ഒരു അന്വേഷണത്തിന്റെ ഘട്ടത്തിലൂടെ പോയി ആ രൂപത്തിൽ തനിക്കൊരു ക്ലീൻ ചിറ്റ് ലഭിച്ച ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരിക്കെ സ്വാഭാവികമായും അത് പരിഗണിക്കേണ്ടതിന് പകരം ഈ ഒരു വസ്തുതയും നൽകാതെ, ഏതെങ്കിലും തരത്തിൽ വിശദമായ തെളിവ് നൽകാതെ ഒരു MLA പൊതുമാധ്യമങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ DVD മാത്രം എടുത്ത് നൽകിയ ഒരു സ്വാഭാവികമായ ഒരു പരാതി, ആ പരാതിയിൽ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് ആ കംപ്ലൈന്റിന്റെ ചുവട് പിടിച്ച മജിസ്ട്രേറ്റ് കോടതി ഇങ്ങനെ ഒരു നടപടി എടുക്കുമ്പോൾ അതിനകത്ത് ഈ നിയമപരമായി സ്വീകരിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. അതിലുള്ള വീഴ്ചയാണ് ഏറ്റവും പ്രധാനമായി അജിത് കുമാർ കോടതിയിൽ ഇന്നലെ ഉടനീളം വായിച്ച്. മുതിർന്ന അഭിഭാഷകൻ രാമൻപിള്ള ഹാജരായിരുന്നു. അതിനുശേഷം രണ്ടാമതൊരു കാര്യം കോടതി പരിശോധിച്ചത് ഈ 17A അല്ലെങ്കിൽ PC ആക്ടിലെ രണ്ട് വകുപ്പുകളാണ്, 17A ഒപ്പം തന്നെ 19. ഈ രണ്ട് വകുപ്പുകൾ പ്രകാരം അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അതിന്റെ ഒരു പൊതു സേവകൻ എന്നുള്ള നിലയ്ക്ക് അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ സ്വീകരിക്കേണ്ട ചില നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് ഒരു പ്രോസിക്യൂഷൻ സാങ്ഷൻ ഉൾപ്പെടെ സർക്കാരിൽ നിന്ന് നേടിയെടുക്കേണ്ടതുണ്ട്. അത് 17A കാര്യത്തിൽ ഇന്നലെ തന്നെ കോടതിയിൽ ഒരു വ്യക്തത വരുത്തി. പക്ഷെ 19 പ്രകാരം പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ ഒരു സാങ്ഷൻ മേടിക്കണം എന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുണ്ട്. അതിൽ കൃത്യമായി തന്നെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. എന്തായാലും ആ നടപടിക്രമങ്ങളിലെ മജിസ്ട്രേറ്റിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് അങ്ങനെ നടപടിക്രമങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മുൻകൂർ അനുമതി വാങ്ങിക്കുക എന്ന നടപടിയിൽ വീഴ്ചയുണ്ട് എന്ന് കോടതി വളരെ വസ്തുതാപരമായി ഇന്നും അതിൽ കുറെ കൂടി അധികം വാദം നടന്നു. എന്തായാലും ആ വാദങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് A ബദറുദ്ദീൻ ഇപ്പോൾ താൽക്കാലികമായി ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ വിശദമായി തന്നെ വാദം കേൾക്കും. PV അൻവറിനെ ആശ്വാസം. നടപടിക്രമങ്ങളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്.